നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെയും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ കേസ്. തട്ടിക്കൊണ്ടുപോയതായി ദിയയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പരാതിക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ദിയയുടെ പരാതിയിലും കേസെടുത്തു. പരാതിക്കാരായ ജീവനക്കാർ വിശ്വാസവഞ്ചന കാട്ടിയെന്ന് ദിയ കൃഷ്ണയും പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന പരാതി വ്യാജമാണെന്നും കയ്യിൽ തെളിവുണ്ടെന്നും ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു. എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ എല്ലാവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മീനിങ് ബിക്കോസ് വേറെ ആരുടെയും നമ്പറിലോട്ടായിരിക്കും ഇവർ ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും ഇവരുടെ ആയിരിക്കണം എന്നില്ല. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കുറേ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. 82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. ഇതിൻ്റെ എല്ലാം തെളിവുണ്ട്. ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എൻ്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ഇവർ ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എന്താണ് ശരിക്കും ഈ കേസിനാസ്പദമായ സംഭവം? അജി, ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബി.ജെ.പി. നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ തിരുവനന്തപുരം കവടിയാറിൽ OBY എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ വിനീത, ദിവ്യ, രാധാകുമാരി, ഈ പറയുന്ന 3 വനിതാ ജീവനക്കാർ ആ സ്ഥാപനത്തിലുണ്ട്. ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ കഴിഞ്ഞ 2024 ജൂലൈ മുതൽ അവിടെയുള്ള സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് കൃഷ്ണകുമാറും ദിയയും മ്യൂസിയം പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അതായത് ആ സ്ഥാപനത്തിൽ വെച്ചിരുന്ന QR കോഡ് മാറ്റി ആ QR കോഡിലേക്ക് വരുന്ന പണം ഈ പറയുന്ന ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു തിരിമറി ഈ പറയുന്ന 3 ജീവനക്കാർ നടത്തിയെന്ന് ഇവർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ദിയ കൃഷ്ണയ്ക്ക് ഇങ്ങനൊരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഈ രീതിയിലൊരു ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇടുന്നു, ഇങ്ങനെ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, പണം കസ്റ്റമേഴ്സ് തരുന്ന പണം ലഭിക്കുന്നില്ല എന്ന് സ്റ്റോറി ഇടുകയും അങ്ങനെ ഈ പറയുന്ന അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോയ കസ്റ്റമേഴ്സ് ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് സ്ക്രീൻഷോട്ട് അടക്കം ഇൻസ്റ്റാവിൽ തിരിച്ചയക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ജൂലൈ മുതൽ 2024 കഴിഞ്ഞ ജൂലൈ മുതൽ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ ഈ പറയുന്ന വനിതാ 3 ജീവനക്കാരാണ് എന്ന് കൃഷ്ണകുമാറും ദിയയും ആരോപിച്ചുകൊണ്ട് മ്യൂസിയം പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു. അതിന് പിന്നാലെ ഈ പരാതിക്ക് പിന്നാലെ ഇവരെ കൃഷ്ണകുമാർ വിളിച്ചുകൊണ്ട് പോവുകയും ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും സ്ത്രീത്വത്തെ അപമാനിച്ചു, തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ പറയുന്ന 3 വനിതാ ജീവനക്കാർ ദിവ്യ, വിനീത, രാധാകുമാരി ഇവർ 3 പേരും മ്യൂസിയം പോലീസിൽ മറ്റൊരു പരാതിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാറും ദിയയും ഒരു പരാതി കൊടുക്കുന്നു. ഈ പറയുന്ന മറ്റ് വനിതാ ജീവനക്കാരും പരാതി കൊടുത്തിരുന്നു. ആ വനിതാ ജീവനക്കാരുടെ പരാതിയിൽ തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കൃഷ്ണകുമാറിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയും ഈ കേസിൽ പ്രതിയാണ്. എന്തായാലും ഇതിനകത്ത് 2 കൂട്ടർക്കെതിരെയും കേസുണ്ട്. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് ഈ പറയുന്ന മറ്റ് വനിതാ 3 ജീവനക്കാരെ ദിയ കൃഷ്ണ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. അവർ സാമ്പത്തികമായിട്ടുള്ള തിരിമറി നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്, അതടക്കം മാധ്യമങ്ങളുടെ മുമ്പിലൂടെ പുറത്തുവിടുന്നു എന്നൊക്കെ കൃഷ്ണകുമാർ പറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടു പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവർ ഇപ്പോൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയ ആ സ്ഥലത്തേക്ക് അവർ വരികയും അവിടെ വന്ന എല്ലാ കാര്യങ്ങളും രമ്യമായി സംസാരിച്ച് അവിടുന്ന് മടങ്ങി പോവുകയുമാണ് ചെയ്തത്. അതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നാം അടക്കമുള്ള നമ്മുടെ ചാനലടക്കം അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പറയുന്ന 3 പേരും അവരുടെ ഭർത്താവ്, അതിനകത്ത് വിനീതയുടെ ഭർത്താവ് ആദർശും അവിടെ വന്ന് മടങ്ങി പോകുന്ന അടക്കം ആ ദൃശ്യങ്ങളുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ 2 പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് കൃഷ്ണകുമാർ ഇതിനെതിരെ ആലോചിച്ചിരിക്കുന്നത്.